മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു ഏതാണെന്ന് ചോദിച്ചാൽ അവൻ്റെ ഉള്ളിൽ തന്നെയുള്ള അലസതയും മടിയും ആലസ്യവും ഒക്കെയാണ്. അപ്പോൾ ഇതിനെങ്ങനെ മാറ്റാമെന്ന് ചോദിച്ചാൽ നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ അതിനു വേണ്ടിയാണ് യഥാർത്ഥത്തിലുള്ളത്. അതുകൊണ്ടാണ് രാവിലെ പ്രഭാതത്തിൽ ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത്. പ്രഭാതത്തിലാണ് കൂടുതൽ മടി, ഉറക്കം, അതിൻ്റെ ആലസ്യം, അവശത ഒക്കെ. അപ്പോൾ അതിൽ നിന്ന് മാറാൻ വേണ്ടി ഒരു ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ആ പ്രദക്ഷിണ വഴിയിലൂടെ നമ്മൾ നടത്തുന്ന ആ പ്രദക്ഷിണം തന്നെ നമ്മുടെ ഉള്ളിലുള്ള തമോ ഗുണത്തെ രജോ ഗുണമാക്കി മാറ്റും. അതായത് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു അവശതയും മടിയും ആലസ്യത്തെയും ക്രമേണ ഇല്ലാതെയാക്കി കുറച്ച് ക്രിയാശീലത അല്ലെങ്കിൽ കുറച്ച് ആക്റ്റീവായിട്ടുള്ള ഒരു ഭാവം നമ്മളിൽ ഉണ്ടാക്കും. നമ്മുടെ ശരീരത്തിനും ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഊർജം കൂടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കും. അതാണ് പ്രദക്ഷിണം ചെയ്താണ് നമ്മൾ ശ്രീകോവിലിനകത്തേക്ക് പിന്നീട് കടക്കുന്നത്. ഹരേ കൃഷ്ണ.